ഞാൻ ഇ കോമേഴ്സ് നിർത്തുകയാണ്, ഒരുപാട് ലോസിലാണ് പോകുന്നത്, ഓർഡേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല, റിട്ടേൺ കൂടുതലാണ്, ഇതിപ്പോൾ ഇങ്ങനെ പോയ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇ കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പോലും ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഒരു ഡീല് എന്തായാലും നമ്മളെ ബിസിനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരുപാട് ഓർഡേഴ്സും കാണുന്നു പ്രതീക്ഷിക്കരുത്. കാരണം അത് മണ്ടത്തരാണ്, പ്രതീക്ഷ കിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുമ്പോൾ അവരും ഈ വാങ്ങുന്ന കസ്റ്റമേഴ്സും നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് നമുക്ക് റിവ്യൂ ഉണ്ട്. അപ്പോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ വരാൻ അത്യാവശ്യം ടൈം പിടിക്കും. ഒരു വർഷം ചുരുങ്ങിയത് എന്തായാലും ഒരു മിനിമം നമുക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ടൈം പിടിക്കും. അതുപോലെ തന്നെ നമ്മളൊന്ന് ട്രാക്കിലാവാൻ ഒരു വർഷം എന്തായാലും പിടിക്കും. അപ്പോൾ അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഒരു കുട്ടി ജനിച്ചതുപോലെ തന്നെയാണ് നമ്മളെ ഇ കോമേഴ്സ് സ്റ്റോറും. അതൊന്ന് ഡെവലപ്പായി ഓർഡേഴ്സ് വന്നു തുടങ്ങാൻ ഏകദേശം ഒരു വർഷം ചുരുങ്ങിയതെടുക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ ഇ കോമേഴ്സിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ദീപാവലിയാണ്. അത്യാവശ്യം ഞാൻ വന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ഓർഡർ ഉണ്ട്. ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നും അതുപോലെ തന്നെ 2 ആമസോണിൽ നിന്നും ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വന്ന പാടെ തന്നെ പാക്ക് ചെയ്തു. അപ്പോഴാണ് ഞാൻ തോട്ട് വന്നത്. ഒരുപാട് ആളുകൾ നിർത്താൻ പ്ലാനിങ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, റിട്ടേൺ വരുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് ലോസ് ആവുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടു. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ചെറിയൊരു അഡ്വൈസ് എന്നുള്ള ലെവലിലും അതുപോലെ ഇനി തുടങ്ങാനുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാം. അപ്പോൾ മെയിനായിട്ട് റിട്ടേൺ കുറവുള്ള റിട്ടേൺ എന്തായാലും ഉണ്ട്, പക്ഷേ റിട്ടേൺ കുറവുള്ള പ്രോഡക്റ്റ് മാക്സിമം തിരഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ റിട്ടേൺ എന്തായാലും വരും. റിട്ടേൺ കുറവുള്ള അതുപോലെ തന്നെ ഇനി വിന്നിങ് പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ വിന്നിങ് പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് ഒരുപാട് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാതെ ഉള്ളത് നോർമലി നല്ലത് റിട്ടേൺ കുറവുള്ള പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ഇ കൊമേഴ്സ് ജേണി നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാണ്. ആരെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ദീപാവലി ആശംസകളോടെ ബൈ.